സുനിൽകുമാറിന് മറുപടിയുമായി കെ സുരേന്ദ്രൻ. തൃശൂർ മേയറുടെ വീട്ടിൽ പോയി കേക്ക് നൽകിയ സംഭവം തെറ്റായി സുനിൽകുമാർ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടുണ്ട്. സുനിൽകുമാറിന്റെ അന്തിക്കാട്ടെ വസതിയിൽ താൻ പോയിട്ടുണ്ടെന്നും അന്ന് തനിക്ക് സുനിൽകുമാർ ചായ സൽക്കാരം ഒരുക്കിയെന്നും കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ വീട്ടിൽ സുനിൽകുമാറും വന്നിട്ടുണ്ടെന്നും സൗഹൃദം പങ്കിട്ടിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. നിലപാട് വേറെ, സൗഹൃദം വേറെയെന്നും മറുപടി. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇവിടെ ഈ സുനിൽകുമാറിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്ന തരത്തിലേക്കാണ് കെ സുരേന്ദ്രന്റെ മറുപടി വന്നിരിക്കുന്നത്. അന്നൊരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കെ സുരേന്ദ്രൻ എത്തിയപ്പോൾ ചായ സൽക്കാരം ഒരുക്കിയെന്നും സൗഹൃദം പങ്കിട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ തൃശൂർ മേയറുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സുനിൽകുമാർ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു എന്നതും ഇതിലൂടെ തന്നെ ശ്രദ്ധേയമല്ലേ? തീർച്ചയായിട്ടും ദേവിക, അതായത് ഈ സ്നേഹയാത്രയുടെ ഭാഗമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ ആർച്ച് ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലേക്കും തുടർന്ന് മേയറുടെ വസതിയിലെത്തി കേക്ക് കൈമാറുകയും ചെയ്തത്. പക്ഷേ ഇതിൽ വളരെ വലിയ വിമർശനം മേയറെ പറഞ്ഞുകൊണ്ട് സുനിൽകുമാർ രംഗത്തെത്തിയിരുന്നു. മേയർക്ക് ചോറിവിടെയും കൂറ് അവിടെയും എന്ന തരത്തിലേക്കുള്ള ഒരു വിമർശനമാണ് സുനിൽകുമാർ ഉന്നയിച്ചത്. ഇതിനെതിരെ രാവിലെ തന്നെ മേയർ ശക്തമായി പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ തന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളോട് പറഞ്ഞയക്കാനോ കയറരുതെന്ന് പറയാനോ തന്റെ സംസ്കാരം അനുവദിക്കില്ല. സുനിൽകുമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. അതായത് അത്തരത്തിൽ ആളുകളെ കാണുന്നതും ചായ കുടിക്കുന്നതും വീടുകളിൽ പോകുന്നതും തെറ്റാണെങ്കിൽ സുനിൽകുമാറും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. തന്റെ ഉള്ളേരിയിലെ വീട്ടിലേക്ക് സുനിൽകുമാർ വന്നിട്ടുണ്ട്. മാത്രമല്ല സുനിൽകുമാറിന്റെ അന്തിക്കാട് വസതിയിലേക്ക് താനും പോയിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, സൗഹൃദം പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് ഈ ഒരു രാഷ്ട്രീയം കാണുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. മാത്രമല്ല കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഈ ഇലക്ഷനിൽ തോറ്റയിലെ ചുരുക്ക് സുനിൽകുമാർ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞത്. ശരി, ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.